ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 993 ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇനി 8 ദിവസങ്ങൾ കൂടി, ഇന്നടക്കം 8ാമത്തെ ദിവസത്തോടുകൂടി ഈ അക്ഷരപൂജ, ഈ അക്ഷരസപര്യ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മാഹാത്മ്യം എന്ന രീതിയിൽ തുടർന്ന് ഓരോ ദിവസങ്ങളിലും ഒരു സപ്താഹത്തിൻ്റെ കാലം കൂടിയാണ് നമുക്ക് ഈ യജ്ഞത്തിൽ ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇന്ന് മാഹാത്മ്യ ദിവസം പാടുന്ന ഒരു കീർത്തനം, നാളെ 1ാമത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കീർത്തനം, അങ്ങനെ 8 ദിവസങ്ങളിലായി 8 കീർത്തനങ്ങൾ കൂടി പാടണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ കീർത്തനങ്ങൾ പാടുന്നത്. ഇന്ന് മാഹാത്മ്യ ദിവസത്തെ കീർത്തനത്തോടുകൂടി ആരംഭിക്കുന്നു. അതിനുശേഷം കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ സന്യാസം മുടങ്ങി എന്ന കവിതയുടെ കുറച്ചു ഭാഗങ്ങൾ ഇന്ന് കേൾക്കാം. അതിനുശേഷം ഭാഗവത പ്രഭാഷണം. അപ്പോൾ ആദ്യം കീർത്തനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നു. ഭാഗവത സ്വരൂപിയം ഗുരുവായൂരപ്പ ദേവ ഭാഗ്യമേ കൂവവിടുത്തെ
ലീലകൾ പാടാൻ. ഭാഗവത സപ്താഹത്തിൻ മാഹാത്മ്യത്തെ ഞങ്ങളിത ഭക്തിപൂർവം സ്മരിക്കുന്നു ശ്രീവാസുദേവ. നാരായണ 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 രാധാ ഗോവിന്ദ. പാരായണം ചെയ്യും നേരം നാരായണ നിന്റെ വരം പാമരരാം ഞങ്ങൾക്കെന്നും ലഭിച്ചിടണേ. പ്രഭാഷണ സമയത്തോ വേണ്ട പോലെ കഥകളെ പ്രണവസ്വരൂപ ഭവാൻ തോന്നിപ്പിക്കണേ. നാരായണ 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 രാധാ ഗോവിന്ദ. ഭക്തന്മാരാം ശൗനകാദി ഋഷിവൃന്ദമൊത്തു ചേർന്നു ഭഗവൽ സ്മരണയോടെ നൈമിഷം തന്നിൽ ഭാഗ്യവശാല വീടേക്കു വന്നു ചേർന്നു സൂതൻ താനും ഭാഗവത മാഹാത്മ്യത്തെ പറഞ്ഞു മെല്ലെ. നാരായണ 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 രാധാ ഗോവിന്ദ. സനകാദി സപ്താഹത്തിൽ നാരദനോ ശ്രോതാവായി സാനന്ദം വന്നു ചേർന്നല്ലോ ഭക്തിദേവിയും. ആത്മദേവപുത്രൻ ധുന്ധുകാരിയാകും പ്രേതത്തിനു ആത്മബോധം വന്നല്ലോ ഗോകർണ ഭക്തിയാൽ. നാരായണ 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 രാധാ ഗോവിന്ദ. ശുദ്ധമാകും ഗംഗാതീരെ സനകാദി സപ്താഹത്തിൽ ശുഗനെത്തി ഭക്തിയോടെ പറഞ്ഞിടവേ. ശങ്കര പൂജിതനാകും ശ്രീഹരിയും വന്നു ചേർന്നു ശംഖധ്വനിയുയർന്നല്ലോ മോദം നിറഞ്ഞു. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവത മാഹാത്മ്യത്തെ പൂർണ്ണമായി പറയുവാൻ ഭഗവാനാമനന്ദനും സാധിക്കയില്ല. ഭഗവാന്റെ അക്ഷരസ്വരൂപം തന്നെ ഭാഗവതം. ഭാഗവത മാഹാത്മ്യത്തെ ഏവമുരയ്ക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. ഏഴു ദിനങ്ങളിലായി ഭാഗവതം സ്മരിക്കുവാൻ ഏകാക്ഷരി പദേ നീയും കനിഞ്ഞിടണേ. എപ്പോഴും നിൻ നാമങ്ങളെ പാടുവാനും സ്മരിക്കാനും ഏണാംഗവംശീയാം ദേവ ഭക്തി തരണേ. നാരായണ
ഗോവിന്ദ രാധ ഗോവിന്ദ. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ സന്യാസം മുടങ്ങി എന്ന കവിത ചൊല്ലുന്നു. മാലോകരെല്ലാവരുമെൻ്റെ നേർക്കു കാരുണ്യമോടെന്തിനു നോക്കിടുന്നു. ഞാൻ ലോകരോടൊന്നുമിരന്നതില്ല, ഗോവിന്ദനോടാണിവനാവലാതി. എനിക്കു പേരില്ല, പഠിത്തമില്ല, നാടില്ല, വീടില്ലൊരു ബന്ധുവില്ല. ആകട്ടെ എന്താണതുകൊണ്ടു ചേതം, എനിക്കു കൃഷ്ണന്റെ പദാബ്ജമില്ലേ. എനിക്കു പിന്താങ്ങൊരു ഭൂപനല്ല, ദേവേന്ദ്രനല്ല, അംബുജയോനിയല്ല. അണ്ടങ്ങൾ തൃക്കൈയിലെടുത്തജസ്രമമ്മാനമാടും ഹരിയൻ സഹായൻ. മാലോകരെ, നിങ്ങളെ ആരെയും ഞാൻ നന്നായി വണങ്ങാത്തതിലുള്ള കുറ്റം പൊറുക്കണം. ഞാൻ ഭഗവാന്റെ മാത്രം തൃക്കാൽ തലോടുന്നൊരു സാധ്വിയത്രേ. അസർവപൂജ്യന്റെ വിചിത്രമായ രൂപങ്ങളെന്നുള്ള നിലയ്ക്കു മാത്രം ബ്രഹ്മാവു തൊട്ടിച്ചെടിയോളമുള്ള ചരാചരത്തിനു കുനിഞ്ഞിടാം ഞാൻ. മൂത്രാദിതൻ സംഗ്രഹമായ മെയ്യിൽ സുരൂപനെന്നോ നരദേവനെന്നോ സവിദ്യനെന്നോ മതഭാരമോടെ വാഴുന്നവർക്കെങ്ങനെ ഞാൻ വണങ്ങും. പിന്നാപ്പുറത്തുന്നു കൊടുത്തിടാഞ്ഞാലൂറ്റം സഹിക്കാതെ ഞെളിഞ്ഞു വീഴും അമ്മട്ടുവാഴും തിരുമേനിമാരെ നിർലജ്ജനായെങ്ങനെ ഞാൻ നമിക്കും. മഹീശ്വരൻ തൻ കൃപയെന്തിനാണ്, പുരോഹിതാനുഗ്രഹമെന്തിനാവോ, സ്വത്തെന്തിനാണിഷ്ടരുമെന്തിനാണു, കൃഷ്ണാംഘ്രിയിൽ പാർക്കുമെനിക്കു മേലാൽ. രാജാവു നൽകും ബിരുദങ്ങളില്ല, കാലത്തിനൊത്തുള്ളൊരു കോലമില്ല. പിന്നെന്തിനാണാളുകൾ കാൺമതെന്നെ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണന്റെ തൃക്കാൽ പൊടി മാത്രമീ ഞാൻ. ജനങ്ങളെ, നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒരൊറ്റ നീർത്തുള്ളി എനിക്കു വേണ്ട. അതിനു തീർത്തും വിലയില്ല, കൃഷ്ണൻ പൊഴിക്കും അൻപേ മമമുത്തു നൽകൂ. കൃഷ്ണൻ ബലേയെന്നു പറഞ്ഞുവെങ്കിലോ വാക്കിലേന്തും വിലഗണ്യമല്ല. മാലോകർ ചെയ്യും സ്തവനത്തിനൊക്കെ എന്തർത്ഥമാണുള്ളതറിഞ്ഞുകൂടാ. യശസ്സു കിട്ടേണ്ട വസുക്കൾ വേണ്ട, കവിത്വമേ വേണ്ട, സുഖങ്ങൾ വേണ്ട. എനിക്കു കൃഷ്ണന്റെ പദാരവിന്ദമൊഴിച്ചു മറ്റൊന്നിലും ഇച്ഛയില്ല. എന്നെ സഹായിച്ചിടുവാൻ ജനങ്ങളെന്തൊന്നു ചിന്തിച്ചു തുനിഞ്ഞിടുന്നു. നാം തമ്മിലെന്താണു വിശേഷമെല്ലാം വാഗീശതന്തിക്ക് വശംവദന്മാർ. സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരുണ്ടോ? സാഹായ്യമെന്തെങ്കിലും അന്യനായി ചെയ്തിടുവാൻ സാധ്യമതായിടുന്നു. പിന്നെന്തിനാണീ വകമേനിയെല്ലാം? എന്നെക്കുറിച്ചിട്ടൊരു തെല്ലുപോലും ലോകത്തിലാരും വ്യസനിച്ചിടേണ്ട. നിങ്ങൾക്കു കേഴാൻ വകവേറെയുണ്ടാം, എന്നെ തുണയ്ക്കാൻ ഭഗവാനുമുണ്ടാം. മനുഷ്യനെന്നല്ല സുരർക്കുപോലും വാതാലയേശന്റെ അനുജ്ഞയെന്യേ
വീർക്കാനും ഉണ്ണാനും ഉറങ്ങുവാനും പോകാനും ഒന്നിനും എളുപ്പമില്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ടു മാത്രം ഞാൻ മർത്യരെ താണു തൊഴുന്നതില്ല. എനിക്കതിൽ കൂടുതൽ മാന്യമായി കൂപ്പേണ്ടതാം സന്നിധിയുണ്ട് വേറെ. അസർവപൂജ്യന്റെ പദാബ്ജമാം പൊൻകിരീടമേന്തേണ്ടൊരുവന്റെ ശീർഷം മുഷ്കാർന്ന മൂഢന്റെ ചവിട്ടുകൊണ്ടിട്ട് അശുദ്ധമാക്കാൻ ഇനിയില്ല ഭാവം. മാലോകരെ, നിങ്ങളെനിക്കു വല്ല സാഹായ്യവും ചെയ്തിടുവാനുറച്ചാൽ എന്നെ ത്യജിച്ചിടുകയാണു വേണ്ടതെന്നാൽ എനിക്കൊട്ടുപകാരമായി. ലോകത്തിലെല്ലാവരും ഇന്നും എന്നെ നിശേഷമായി കൈവെടിയായികയത്രേ. അനാഥപാലൻ ഗുരുനാഥൻ എന്നെ അംഗീകരിച്ചിടുവതിന്നമാന്തം. ലോകർക്കു വേണ്ടാത്ത പദാർത്ഥമല്ലാതൊന്നും തൊടാറില്ല വിടുന്നു കയ്യാൽ. അത്രയ്ക്കു വന്നിഷ്ഠയിലുഞ്ചവൃത്തി കൈക്കൊണ്ട സന്യാസി ഗുരുൽപുരീശൻ. അല്ലെങ്കിൽ ഞാൻ ലോകരുടെന്തിനായിട്ടെന്നെ ത്യജിക്കാൻ വെറുതെ കിണഞ്ഞു. താൻ തന്നെ അങ്ങോട്ടു വെടിഞ്ഞുകൊള്ളാം, നിന്നോട്ടെ വിണ്ണൂഴി തിരിഞ്ഞുകൊള്ളും. വണക്കമില്ലാത്ത വിധത്തിൽ വല്ല വചസ്സുമീ ഞാനുര ചെയ്തതായി ജനങ്ങളോർക്കാൻ വഴിയുണ്ടതെല്ലാം ക്ഷമിച്ചുകൊള്ളുന്നതിനായ അപേക്ഷ. ഞാൻ നിങ്ങൾ ചെയ്തോരുപകാരമൊന്നും ഓർക്കാത്ത കൂററ്റൊരു ഭൂതമെന്നായി മാലോകരെന്നെ കൃപ വിട്ടു നെഞ്ചിൽ പ്രാവാതിരുന്നീടണമെന്നപേക്ഷ. ഇന്നോളമീ ഞാൻ വശമാക്കിയോരു വിജ്ഞാനമെല്ലാം എവരാണെനിക്കായി വാത്സല്യമോടേകിയ തജ്ജനങ്ങൾ സമ്പൂജ്യരല്ലെന്നു വരുന്നതാണോ? വയസ്സരെ താണു പണിഞ്ഞിടുന്നേൻ, യുവാക്കളെ താണു വണങ്ങിടുന്നേൻ, ശിശുക്കളെയും പ്രണമിച്ചിടുന്നേൻ, എല്ലാവരെയും പ്രണമിച്ചിടുന്നേൻ. ഇന്നേ വരെ ചെയ്തതിൽ നന്ദിയുണ്ട്. മേലാലിതേ മട്ടുപകാരമൊന്നും ചെയ്യാതിരുന്നിടുക. നമ്മൾ തമ്മിൽ ബന്ധങ്ങളേ ഇല്ലിനി മേലിലെന്നും. ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ സമർപ്പണ രംഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിലെ 19-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ വരുന്ന ഞായറാഴ്ചയോടുകൂടി മെയ് 11-ാം തീയതിയോടുകൂടി ഈ അക്ഷരയജ്ഞം പൂർത്തിയാവുമ്പോൾ പല ഭക്തജനങ്ങളും ഇനി എന്ത് എന്ന് ചോദിച്ചു. എനിക്കും ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് ആ അമ്മയുടെ ജഗജ്ജനനിയായ ഭഗവതിയുടെ അപദാനങ്ങളെ ആയിരിക്കണം ഇനി പാടേണ്ടത് എന്ന് ഭഗവാൻ ഉള്ളിൽ പറയുന്നത് പോലെ ചില ഭക്തജനങ്ങളൊക്കെ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനുള്ള സമയമായി എന്ന് തോന്നുന്നു. ശ്രീമദ് ദേവി മഹാഭാഗവതം ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അക്ഷര ശബര്യ, ഈ അക്ഷര തോണി നമ്മളോടൊപ്പം തുഴഞ്ഞ സാക്ഷാൽ പൊന്നുഗുരുവായൂരപ്പൻ തന്നെ ജഗജ്ജനനിയുടെ ഈ ദേവീഭാഗവത തോണി തുഴയാനും ആ അമ്മയ്ക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഭാഗവതം തുടങ്ങുന്നത്. 11-ാം തീയതി ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ദേവീഭാഗവതം ആരംഭിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മെയ് 15-ാം തീയതി ഇടവമാസം 1-ാം തീയതി
ദേവീഭാഗവതം ആരംഭിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വ്യാഴാഴ്ചയാണ്, 30 വ്യാഴാഴ്ചയാണ്. അന്ന് അതിൻ്റെ ഒരു മാഹാത്മ്യം സൂചിപ്പിച്ചിട്ട് 30 വെള്ളിയാഴ്ച മുതൽ നമുക്ക് അതിലെ കഥകളിലൂടെ കടന്നു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ഇച്ഛ പോലെ ആവട്ടെ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നാം സമർപ്പണ അധ്യായം, മംഗളാധ്യായം എന്ന് അറിയപ്പെടുന്ന 13-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ അനുസ്മരിച്ചത്. ഇനി 19-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളിന്ന് ആരംഭിക്കുകയാണ്. അവിടെ പറയുന്നു, കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുര തദ്രൂപേണ ച നാരദായ മുനയെ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതസ്തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ഇതാണ് ആ ശ്ലോകം. അതുലഹ, തുല്യതയില്ലാത്ത, സാദൃശ്യമില്ലാത്ത, അയം ജ്ഞാനപ്രദീപ, ജ്ഞാനസ്വരൂപമായ ഈ ദീപം, ഈ ഉത്കൃഷ്ടമായ ദീപം, അതുകൊണ്ടാണ് പ്രദീപം എന്ന് പറഞ്ഞത്. പുരാ, കൽപ്പാദിയിൽ ആദ്യം, യേന കസ്മൈ, യാതൊരുവനാൽ, കസ്മൈ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനായിക്കൊണ്ടും, ക ശബ്ദം ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. ആ ബ്രഹ്മാവിനായിക്കൊണ്ടും, തദ്രൂപേണ, ആ ബ്രഹ്മസ്വരൂപത്താൽ, നാരദായ മുനയെ, നാരദനും, തദ്രൂപിണ, നാരദസ്വരൂപത്താൽ, കൃഷ്ണായ, കൃഷ്ണദ്വൈപായനൻ വേദവ്യാസമുനിക്കായിക്കൊണ്ടും, തദ്രൂപിണ, വ്യാസസ്വരൂപത്താൽ, യോഗീന്ദ്രായ, യോഗിശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീശുകനും, തദാത്മന, ശുകസ്വരൂപത്താൽ, ഭഗവദ്രാതായ, പരീക്ഷിതനായിക്കൊണ്ടും, കാരുണ്യതഃ, കാരുണ്യത്താൽ, വിഭാസിത, പ്രകാശിപ്പിക്കപ്പെട്ടുവോ, ശുദ്ധം വിമലം വിശോകം, പരിശുദ്ധവും പാപസംബന്ധമില്ലാത്തതും ശോകങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതും, അമൃതം, മരണാദി വികാരങ്ങളില്ലാത്തതും, സത്യം, ത്രികാലത്തിലും നശിക്കാത്തതുമായ തത്പരം ധീമഹി, അതിനെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു. ഇവിടെ തദാത്മന അധ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളിത് തദാത്മനാഥ എന്ന് ചൊല്ലാറുണ്ട്. തദാത്മന അധ എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏതു വിധത്തിലാണ് ലോകത്തിൽ പ്രചരിക്കുന്നത്, അതിൻ്റെ ആ സമ്പ്രദായ പരമ്പര അത് കാണിക്കുകയാണ്. ഏതു കാലത്തും കെടാതിരിക്കുന്ന ഈ ഉത്കൃഷ്ടമായ ദീപം, ഇതിന് എണ്ണയും തിരിയും ഒന്നും വേണ്ട, അന്യാശ്രയമില്ലാതെ ഭഗവാനെ പോലെ തന്നെ സ്വരാട്ട്, സ്വയം രാജത്തെ നിരന്തരം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നിനോടും സാദൃശ്യപ്പെടുത്താനും സാധിക്കില്ല. ഈ ഭാഗവത രൂപം, ഈ ജ്ഞാനപ്രദീപം കൽപ്പാദിയിൽ നാരായണമൂർത്തി 4 ശ്ലോകങ്ങളെ കൊണ്ട് 4 മുഖമുള്ള ബ്രഹ്മാവിന് പറഞ്ഞുകൊടുത്തു, അവിടെ പ്രകാശിപ്പിച്ചു. ബ്രഹ്മസ്വരൂപനായ ആ ഭഗവാൻ അതിനെ തൻ്റെ പുത്രനായ നാരദന് ഉപദേശിച്ചു കൊടുത്തു. നാരദമുനി അതിനെ വേദവ്യാസമുനിക്ക് ഉപദേശിച്ചു. വേദവ്യാസൻ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു. ശ്രീശുകൻ അതിനെ തൻ്റെ ഭക്തനും അതേപോലെ തന്നെ ആദിയിൽ ആ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടവനുമായ പരീക്ഷിത് മഹാരാജാവിനായി ഉപദേശിച്ചു. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം, ആ ഭാഗവത ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കം. എന്തിനാ ഇങ്ങനെ ഈ പരമ്പരയായി ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്? ഭക്തന്മാരോടുള്ള ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്നാണ്. ആ കാരുണ്യം കൊണ്ടാണ് ലോകത്തിൽ ഉപദേശരൂപേണ ഈ ഭാഗവതത്തെ ഭഗവാൻ നിലനിർത്തി. ഇപ്പോൾ പരമപരിശുദ്ധമായ വിഷയസംബന്ധമില്ലാത്ത
അതേപോലെ തന്നെ വിമലമായ ശോകരഹിതമായ ജനന മരണാദി വികാരങ്ങളില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മതത്വം, ആ പരമതത്വത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആദ്യവും അവസാനവും ഗായത്രിയിൽ പ്രതിപാദിച്ച പരമതത്വം, ആ തത്വത്തെ ഇവിടെയും കാണിക്കുന്നു. ആ സത്യം പരം ധീമഹി എന്നുള്ള സപ്താക്ഷരി ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു. ഈ ഒരു ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു അടുത്ത ശ്ലോകത്തോടുകൂടി ആരംഭിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം.
ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.